തിരുവനന്തപുരം നഗരൂരിൽ പോലീസിന് നേരെ നടന്ന ഡിവൈഎഫ്ഐ അതിക്രമത്തിൽ 2 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ രതീഷ്, വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം പോലീസിനെതിരായ അതിക്രമങ്ങളിൽ കേരള പോലീസ് അസോസിയേഷനിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല പോലീസെന്നും ഇത്തരം പേക്കൂത്ത് ഖേദകരമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. MS വീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, അങ്ങേയറ്റം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM എപ്പോഴെല്ലാം കേരളത്തിൽ അധികാരത്തിലെത്തുന്നുവോ അപ്പോഴെല്ലാം ഈ പോലീസിന് മുകളിലേക്ക് സൽഭരണം വരുന്നു. പ്രത്യേകിച്ച് CPMൻ്റെയും DYFIയുടെയും പക്കാ ക്രിമിനലുകൾ നിരത്തുകളിൽ അഴിഞ്ഞാടുന്ന സാഹചര്യങ്ങൾ മുൻപും നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ വേളയിൽ ഇതാ DYFIക്കാർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അതിക്രമം നടത്തുകയാണ്, ഒപ്പം അസഭ്യവർഷവും. തീർച്ചയായും ഗൗതം, ഈ കുട്ടി സഖാക്കളുടെ പ്രവൃത്തി അതിരുകടക്കുന്നു എന്നുള്ളതാണ്. ക്രമസമാധാന പാലകർക്ക് പോലും നീതി നിർവഹിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാന നഗരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കും SIക്കും നേരെയാണ് ഇത്തരത്തിൽ കുട്ടി സഖാക്കളുടെ നേതൃത്വത്തിൽ ഒരു ഭീഷണി സ്വരം ഉയർത്തിക്കൊണ്ടുള്ളൊരു ആക്രമണം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഇത് കാരണമായൊരു സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നിരുന്നു. ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പോടെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സുകൾ DYFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിക്കുകയും ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇതിൽ സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകിയ DYFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും തുടർന്ന് ഇവരുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ പ്രതികളായവർക്കെതിരെ ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട്, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകുന്നു. ഈ നോട്ടീസ് വീട്ടിൽ കയറി നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമാ സ്റ്റൈലിൽ പോലീസ് ജീപ്പിനെ ചേസ് ചെയ്ത് പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് വണ്ടി നിർത്തി 9 DYFI പ്രവർത്തകർ ഭീഷണി സ്വരവും അസഭ്യവർഷവുമായി എത്തിയത്. ആക്രമിക്കുമെന്നുള്ള ഭീഷണിയടക്കം പറയുന്നു, മർദ്ദിക്കുമെന്നടക്കം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടു കൂടിയാണ് DYFIയുടെ കുട്ടി സഖാക്കൾ പോലീസിന് നേരെ പ്രവർത്തിച്ചിരുന്നത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി വ്യക്തമാണ് ഇവർ തുടരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യവർഷം പറയുന്നത്. തുടർന്ന് ഭീഷണി സ്വരവും ഉയർത്തുന്നുണ്ട്. താൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന തരത്തിൽ പലതരത്തിൽ മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് DYFI പ്രവർത്തകർ ഇത്തരത്തിൽ പെരുമാറുന്നത്. 9 പേരാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. ഇതിൽ 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിൽ DYFI പ്രവർത്തകരായ രതീഷ്, വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 9 പേർക്ക് ാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ കേസെടുത്ത് മണിക്കൂറുകൾ പിന്നിട്ട്, ഈ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാകട്ടെ മറ്റ് CPMലെ നേതാക്കളാകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അതിൽ രതീഷ്, വിഷ്ണു എന്നീ 2 DYFI പ്രവർത്തകർ. അതായത് ഒരു സംശയം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ. ഇതിൽ ഒരു ക്രിമിനലാണ് ആദ്യമെത്തി വാഹനം തുറന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഒരാളാണ് അതിൽ പ്രധാനമായി പ്രശ്നമുണ്ടാക്കുന്നത്. കൂടെ മറ്റു കുറച്ച് പേരുമുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട ഈ വ്യക്തി തന്നെ, അതായത് ആ വാഹനത്തിൽ ആദ്യം വന്ന് ആക്രോശിച്ചുകൊണ്ട് പോലീസുകാരനെ തല്ലാൻ ശ്രമിക്കുന്ന വ്യക്തി തന്നെയാണോ പിടിയിലായത്, അതോ പാർട്ടി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോയിക്കുവാണോ? ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടി എന്നുള്ളൊരു വിവരങ്ങളാണ് വരുന്നത്. ആ ദൃശ്യങ്ങളിലുള്ള ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണി സ്വരം ഉയർത്തുന്ന വലിയ തരത്തിൽ മോശം അസഭ്യവർഷം നടത്തുന്ന പ്രവർത്തകൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് ലഭിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാത്രമാണ്, അതായത് 2 പേരെ പിടികൂടി എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒരാൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇവർക്ക് വലിയ തരത്തിൽ ആ നാട്ടിൽ സ്വാധീനമുണ്ട്. ആരെയും എന്തും ചെയ്യുവാനുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ായിട്ടുള്ളൊരു ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഇതിന് മുന്നോടിയായി ഈ സ്ഥലത്തൊരു സംഘർഷസ്ഥിതി നടന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആക്രോശിക്കുന്ന ചില പ്രവർത്തകരുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് വലിയ തരത്തിൽ പോലീസ് സേനയ്ക്കും ഒപ്പം തന്നെ പാർട്ടിക്കുമൊക്കെ തലവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ പോലും ഈ സഖാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി സഖാക്കളുടെ ഭാഗത്ത് നിന്ന് മോശം പ്രവൃത്തി ഉണ്ടായിട്ട് പോലും അവരെ മൗനം പാലിക്കുകയാണ്. ഇതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ആരോഗ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടന്നപ്പോൾ വലിയ തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം
നടന്നുവെന്നും പ്രവർത്തകർക്ക് നേരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മന്ത്രിമാരടക്കം സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ഇടുന്നത് കണ്ടു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയവരാണ്. എന്നിട്ട് പോലും ഈ ഒരു വിഷയം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും മന്ത്രിമാരാകട്ടെ, CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളാകട്ടെ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് കുട്ടി സഹാക്കൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് സർക്കാർ തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കൾ തന്നെ മൗന അനുവാദം നൽകുന്നു, അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു CPO ഉദ്യോഗസ്ഥന് നേരെ SFIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന് വലിയ തരത്തിൽ വിവാദമായതിനു ശേഷമാണ് അതിൽ നടപടി സ്വീകരിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു സംഭവം കൂടി തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതൃപ്തി പോലീസ് അസോസിയേഷനും അറിയിച്ചിരിക്കുകയാണ്. പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് പറയുന്നുണ്ട്. കാരണം ആർക്കും കയറി നിരങ്ങാവുന്ന അല്ലെങ്കിൽ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയല്ല പോലീസ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഇത്തരത്തിലുള്ള പേക്കൂത്ത് പോലുള്ള പ്രവർത്തികൾ അത് ഖേദകരമാണ്. കൃത്യമായിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കുട്ടി സഖാക്കളെ, ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന പ്രവർത്തകരെ നിയന്ത്രിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൂടിയാണ് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളടക്കം പറയുന്നത്. അവർ കൃത്യമായ ഒരു വിഷയത്തിൽ നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട്. DGP ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുകൂടി പറയുകയാണ്. 2 പ്രതികളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇനിയും പ്രതികളുണ്ട്, അവരെ കണ്ടെത്തണം, കേസെടുക്കണം എന്നുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നടപടികൾ എത്ര ദിവസം വരെ പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഗൗതം, അതായത് വീണ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു മാളിൽ നമ്മൾ കണ്ടതാണല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സഹോദരിയുമായി മാളിലേക്ക് എത്തുമ്പോൾ അന്ന് SFIയുടെ ക്രിമിനലുകൾ അയാളെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. മുൻപൊരു ലാത്തി ചാർജുമായി ബന്ധപ്പെട്ടുണ്ടായ വൈരാഗ്യ ബുദ്ധി അത് പിന്നീടൊരു മാളിൽ പൊതുസമൂഹം നോക്കി നിൽക്കെ പോലീസിനെ ആക്രമിക്കുകയാണ്. അവിടെ SFIയുടെ ക്രിമിനൽസ് ആയിരുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ റോഡിൽ പരസ്യമായി ഒരു കാലത്ത് ബീഹാർ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത്, ഇന്ന് UPയും ബീഹാറും ഒക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരികയാണ്. അവിടെയൊന്നും ഇപ്പോൾ ഇത്തരം കാഴ്ചകളില്ല. അപ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് വളരെയധികം ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. തീർച്ചയായും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഗൗതം. കാരണം സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രം നിലനിൽക്കുന്നതിനിടയിലും പ്രധാനപ്പെട്ട DGP അടക്കമുള്ളവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അവരുടെ മൂക്കിന് കീഴേ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുള്ളത്. ഏറെ ദൗർഭാഗ്യകരമാണ്. കാരണം ആദ്യത്തെ സംഭവത്തിൽ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാളിൽ നടന്ന സംഭവത്തിൽ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടക്കുന്നു. അന്ന് തന്നെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കി സംഭവങ്ങൾ തുടർന്ന് ഓക്കെ വീണ, എന്തായാലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് അത്തരം വിഷയങ്ങളിൽ DYFIയുടെയും SFIയുടെയും ക്രിമിനലുകൾ പ്രതി ചേർക്കപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരൂരിൽ പോലീസിന് നേരെ നടന്ന DYFI അതിക്രമം. ഈ വിഷയത്തിൽ ഇപ്പോൾ 2 പേർ മാത്രമാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത്. DYFI പ്രവർത്തകരായ രതീഷ്, വിഷ്ണു എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ ഈ മുന്നിൽ നിന്നുകൊണ്ട് പോലീസിന് അസഭ്യഭാഷം ചൊരിഞ്ഞ് അടിക്കാൻ ശ്രമിക്കുന്ന ആ ക്രിമിനൽ തന്നെയാണോ അറസ്റ്റിലായത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും പോലീസ് നൽകുന്നില്ല. MS വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.